ഉണ്ട് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടി പോയി. അങ്ങനെ ഒരു കാലിന് 10,000 രൂപയാണ്. 2 കാലിൽ കുത്തിവെച്ച് ഒരാഴ്ച പോലും വേദന മാറിയിട്ടില്ല. ഒന്നിനും കാലും മടക്കാനും കഴിഞ്ഞിട്ടില്ല. പിന്നെ നിംസ് ഹോസ്പിറ്റലിൽ പിന്നെ ഫൈസൽ ഡോക്ടറെ കാണിച്ചിരുന്നു, മൂസിൻ ഡോക്ടർ. ആരും എക്സ്റേ കണ്ടാൽ ആരും ആളെ കാണില്ല, നോക്കണ്ട. കാരണം അതിൽ എനിക്ക് മജ്ജയില്ല, ഓൾറെഡി പോയതാണ്. ഓപ്പറേഷൻ ഇല്ലാതെ വേറൊരു വഴിയില്ല. അപ്പം എനിക്ക് മരുന്ന് എഴുതുമ്പോൾ ഞാൻ ആദ്യം പറയും എനിക്ക് പെയിൻകില്ലർ എഴുതാണെങ്കിൽ എഴുതണ്ട, എൻ്റെ രോഗം മാറണമെങ്കിൽ എഴുതിയാൽ മതി. അപ്പോൾ പറയും അതിനുള്ള ചികിത്സ ഓപ്പറേഷൻ ഇല്ലാതെ വേറെ മറ്റൊന്നുമില്ല എന്നറിയാം. അങ്ങനെ ഇരിക്കുന്ന ഇടയിലാണ് ഒരാളിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ മജ്ജ വരുന്ന ഒരു ഇതുണ്ട്, ഈ പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങളിതൊന്നും കഴിച്ചു നോക്കിയില്ല. ഞാൻ പറഞ്ഞത് മജ്ജ ഓൾറെഡി കുത്തി വെക്കണുണ്ടായിട്ട് പോയി, അപ്പം ഇനി വരുന്നതല്ല, എന്നാൽ അങ്ങനെയും കൂടെ ഒന്ന് നോക്കാമല്ലോ പറഞ്ഞു. കാരണം എന്ത് പറഞ്ഞാലും വേദനക്കാർക്ക് അറിയാം, ആര് പറഞ്ഞാലും അവിടേക്ക് പോകും. അങ്ങനെയാണ്. അവിടെ പിന്നെ ചിന്തിക്കൂല, തട്ടിപ്പാണെന്ന് പോലും ചിന്തിക്കൂല, ഒന്ന് മാറി കിട്ടിയാൽ മതി എന്നതാണ് നമ്മൾ. കാരണം ഞാൻ എൻ്റെ പെരയിലുള്ള ഉമ്മാക്ക്, അതായത് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ സ്വന്തം ഉമ്മാക്ക് 90 വയസ്സായി നല്ല ദിനസ്കരിക്കും താഴെ. ഞാൻ ചെയറിലും കട്ടിലും ഒക്കെ വെച്ചിരിക്കുക. അത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും നമുക്ക് ഇതിൽ വന്നത് എനിക്ക് നിലത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് 1 മാസം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മരണം വരെ അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അത്രയുള്ളൂ. ഇതൊരു വർഷം ഞാൻ കഴിച്ചു. ശരിക്കും 6 മാസം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് മോദി കെയർ ബിസിനസ് എന്താണെന്നോ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല കൊണ്ട് വന്നത്. ഇതിന് മജ്ജക്കുള്ള സംഭവം ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വന്നു. അതിന് ശേഷം പിന്നെ അങ്ങനെ കേട്ടു. അപ്പോൾ അതിലൊരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിരുന്ന സണ്ണി, സർബിയൻ സണ്ണി, നിങ്ങളൊക്കെ അറിയണമായിരുന്നു. പക്ഷെ നിങ്ങളെക്കാളും എനിക്കറിയാം. അതിനിപ്പോഴും 8 മാസം കൊണ്ടൊക്കെ മജ്ജ വരുന്നതാണ്. എനിക്ക് പറ്റ പോയതല്ല, അതുകൊണ്ടായിരിക്കും കഴിച്ചു. ഞാൻ നിർത്തിയില്ല. ഈ ഒരു വർഷം ഞാൻ 1 മാസം പോലും വിടാതെ കറക്റ്റിൽ കഴിച്ചു. ആരെങ്കിലും പറയാം എൻ്റെ ഒരു ഇഷ്ടത്തിന് എങ്ങനെയെങ്കിലും വരികയാണെങ്കിലും പച്ചവന് മരുന്ന് ദുനിയാവിലുണ്ടെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് എവിടെ ആയാലും നമ്മൾക്ക് കണ്ടെത്തി അതിന് അള്ളാഹിൻ്റെ ഷിപ്പ് ഉണ്ടാവുന്ന ഒരൊറ്റ ഉറപ്പ്. അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഇങ്ങനൊക്കെ മാറ്റങ്ങൾ വന്നപ്പോഴേ അതൊക്കെ പറയാൻ പറഞ്ഞു. എൻ്റെ കാലിന് അതിപ്പോഴാണ് ഞാൻ നല്ല സ്കിന്ന് പേരിട്ട് കണ്ടേ. എന്നെ ഡോക്ടർ കാണണ്ടേ, കാലിൻ്റെ വളവ് മാറിയത്. എന്നെ കാണുന്ന ആളുകൾക്ക്, ഹസ്ബൻഡ് വീട്ടുകാർക്കും എൻ്റെ മുത്തച്ഛൻ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാലോ എൻ്റെ കാലിൻ്റെ വളവ്. ഞാൻ നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ മാക്സി ആക്കുമ്പോൾ വളഞ്ഞിട്ടാണല്ലോ, എന്താ വളഞ്ഞിട്ട് സെക്കിൻ്റെ കാലിങ്ങനെ അറിയുമ്പം പറയും എൻ്റെ കാക്കാർക്കൊക്കെ അങ്ങനെ മുട്ടുവേദന വന്നിട്ട് വളഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ അതേപോലെ ആവും, മാറുമായിരിക്കും എന്നും പറയും ഞാൻ. അങ്ങനെ ഇത് പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങി ഒരു 8 മാസം കഴിഞ്ഞിട്ട് നമുക്കെന്നെ തോന്നുന്ന കാലിൻ്റെ വളവ് നീർന്നിട്ടുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ നിസ്കരിക്കാൻ എനിക്ക് കഴിയാതെ നിൽക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ എന്നെ അറിഞ്ഞാലല്ലേ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ പോയി കാണണം. അതെനിക്ക് അജികുമാറിനെ പണ്ടേ ഞങ്ങളുടെ കുടുംബത്തിലും ഒക്കെ വരുന്നവർക്കൊക്കെ അറിയാം നല്ല ഡോക്ടറാണ് എല്ലിൻ്റെ. അപ്പം അത് ഞാൻ വേറെ പറയുന്നില്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കണ്ടു. ഡോക്ടർ എന്തേ ചോദിച്ചു. ഞാൻ പറഞ്ഞ കാലൊരു എക്സ്റേ എടുക്കാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ ചെലവും ചെയ്ത് മുട്ടുവേദനയായിട്ട് ഇങ്ങനെ 8 വർഷമായിട്ട് ഞാനിങ്ങനെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിതിന് മാറ്റാറുണ്ട് സാറിൻ്റെ കാല് ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്നു. അപ്പൊ നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ജന്മനാൽ ദൈവം തന്നിട്ടുള്ള ഒരു വരദാനമാണ് ഈ ഗ്ലൂക്കോസമീൻ. ഇത് നമ്മളുടെ എല്ലാ കാർട്ടിലേജസും സ്മൂത്ത് ആയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ ഇതിന്റെ ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ ചെറിയ കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് മാത്രമല്ല പ്രായമുള്ള ആളുകളുടെ ഹാർട്ട് ബീറ്റ്. ചെറിയ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു 30 വയസ്സായിട്ടുള്ള ഒരു ലേഡിയുടെ യൂട്രസ് മാതിരിയല്ല ഒരു 60 വയസ്സായിട്ടുള്ള ലേഡിയുടെ യൂട്രസ്. ഒരു പ്രായം കഴിയും തോറും അവരുടെ ഈ ഇന്റേണൽ ഓർഗൻസിന് ചെറിയ ചെറിയ ക്ഷീണം സംഭവിക്കും. അതേമാതിരി ഒരു പ്രായം കഴിയുമ്പോൾ ചില ആളുകളിൽ കണ്ടുവരുന്നതാണ്. ചില ആളുകൾ, ഒരുവിധം എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഇന്നുണ്ട്. ഈ ഗ്ലൂക്കോസമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കണ്ടന്റ് നമ്മുടെ ശരീരം പതുക്കെ ഉൽപാദനം കുറയ്ക്കും. ചിലർക്ക് നിൽക്കും, ചിലർക്ക് കുറയ്ക്കും. ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ഡയബറ്റിസ് എന്ന് പറഞ്ഞ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു സിൻഡ്രോം അല്ലെങ്കിൽ ഒരു ഡിസീസ് വരാൻ കാരണമായത് അതൊരു വൈറസോ ബാക്ടീരിയോ അല്ല. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപാദനം നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ഉൽപാദനം കുറഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ നിന്നപ്പോഴാണ് ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞ പ്രോബ്ലം ആളുകൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതേമാതിരി നമ്മളുടെ ഈ കാർട്ടിലേജസിന്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഗ്ലൂക്കോസമീന്റെ അളവ് കുറഞ്ഞപ്പോ ആളുകൾക്ക് ഈ ജോയിന്റ് പെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട്
ബുദ്ധിമുട്ട് ഉണ്ടാവാൻ തുടങ്ങി, ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്, നിന്ന സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഒക്കെ ആളുകൾക്ക് രൂപപ്പെട്ടു തുടങ്ങി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ മുട്ടുവേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എഴുതുന്നത് ഗ്ലൂക്കോസമൈൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എവിടെ എല്ലിന് വേദന ഉണ്ടെങ്കിലും ഡോക്ടേഴ്സ് എഴുതുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസമൈൻ ആണ്. പക്ഷെ ഡോക്ടേഴ്സ് എഴുതുമ്പോൾ അത് ഫാർമസ്യൂട്ടിക്കൽ ആയി മാറി അതിലെ നമുക്ക് ഗ്ലൂക്കോസമൈൻ്റെ കണ്ടന്റും കെമിക്കലിയും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ കമ്പനി നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസമൈൻ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മൾ ചിന്തിക്കുക, നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് നാച്ചുറൽ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സിലേക്കാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോണത് ഇതും എല്ലിനെ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്, നമ്മുടെ വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ 3 പ്രോഡക്ട്സ് ആണ് നമുക്ക് എല്ലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്: കാൽഷ്യം, ഗ്ലൂക്കോസമൈൻ ആൻഡ് വൈറ്റമിൻ D3. അപ്പൊ ഈ വൈറ്റമിൻ D3യുടെ പ്രത്യേകത എന്താ വെച്ചാല്, വൈറ്റമിൻ D3 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്ക് ആയിട്ടുള്ള ബോൺസ്, വീക്ക് ആയിട്ടുള്ള മസിൽസ് ഉണ്ടാവും. ഇപ്പോ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, 18 വയസ്സായാൽ ആവുന്ന കുട്ടികൾക്ക് പോലും ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ കാലുമ്മ നീര് വരിക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് വരുമ്പോൾ അവർ ഡോക്ടറെ അടുത്ത് പോയി കഴിയുമ്പോൾ ഡോക്ടർ വൈറ്റമിൻ D3 ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ പലർക്കും ആവശ്യമുള്ള ആ ഒരു മിനിമം റേഞ്ചിനെക്കാട്ടിലും കുറവാണ് കാണിക്കുന്നത്, ഇൻസഫീഷ്യന്റ് ആണ് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ, ഇന്നല്ല എപ്പോഴും വൈറ്റമിൻ D3 ഏറ്റവും കൂടുതൽ തരുന്നത് നമ്മുടെ സൺലൈറ്റ് തന്നെയാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്നതാണ് എന്ത് ഈ പറഞ്ഞ വൈറ്റമിൻ D എന്ന് പറയുന്ന ഈ ഒരു മിനറൽ. ഈ വൈറ്റമിൻ D നമുക്ക് കിട്ടാൻ മാത്രം നമ്മൾ രാവിലത്തെ നേരം അതേമാതിരി വൈകിട്ടത്തെ സമയം നമ്മൾ സൂര്യനിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ പല കാരണങ്ങളും നമുക്ക് അതിന് സമയം കിട്ടാറില്ല. നമ്മുടെ ഡ്രസ്സിങ് തന്നെ നമുക്ക് സൂര്യപ്രകാശത്തിലേക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമല്ല ഒന്നാമത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സൺഷൈൻ വൈറ്റമിൻ നമുക്ക് കിട്ടാതെ പോകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ എല്ലുകളും മസിലുകളും പതുക്കെ പതുക്കെ വീക്ക് ആവാനായിട്ട് തുടങ്ങും. ഇതിന് ബെസ്റ്റ് റെമഡി ആണ് നമ്മുടെ വൈറ്റമിൻ D3 എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ്. ഇതിന്റെ ഒരു പ്രത്യേകത, വൈറ്റമിൻ ഡിയുടെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ കാൽഷ്യം എന്ന് പറഞ്ഞ മിനറലിനെ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ D3. റിപ്പീറ്റ് ചെയ്യുന്നു, കാൽഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വൈറ്റൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ്. കാൽഷ്യത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കിയിട്ടാണ് ഈവൻ ഹാർട്ടിനായാലും BP ക്കായാലും എല്ലാത്തിനും നിർബന്ധം വേണ്ട